ഇത് നമ്മളുടെ 7 ഡേയ്സ് ശ്രീലങ്ക ട്രിപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ കേരളം പോലെ തന്നെയുണ്ട്, പക്ഷേ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്ത്യൻസിന് ശ്രീലങ്കയിലോട്ട് ഫ്രീ വിസയാണ് കേട്ടോ. 30 ഡേയ്സിൻ്റെ ഫ്രീ വിസ അവൈലബിൾ ആണ്. ട്രാവൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ETA അപ്രൂവൽ എടുത്തിരിക്കണം. ETA അപ്രൂവലിന് വേണ്ടിയിട്ട് സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ETA അപ്രൂവലും 6 മാസത്തെ പാസ്പോർട്ട് വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ശ്രീലങ്കയിലോട്ട് ട്രാവൽ ചെയ്യാം. 1 രൂപയ്ക്ക് നിയർലി 3 രൂപയാണ്, ശ്രീലങ്കൻ രൂപയാണ് നമുക്ക് കൺവേർഷനായിട്ട് കിട്ടുന്നത്. നമ്മൾ കൊളംബോയിൽ ലാൻഡ് ചെയ്തിട്ട് ആദ്യം പോയത് കാൻഡി എന്ന് പറയുന്ന സ്ഥലത്തിലോട്ടാണ് കേട്ടോ നേരെ പോയത്. അവിടെ ഒരു 2 ഡേയ്സ് സ്റ്റേ ഉണ്ടായിരുന്നു. കുറേ ബുദ്ധ ടെമ്പിളും പിന്നെ കൾച്ചറൽ ഷോ എല്ലാം നമ്മൾ ക്യാൻറ്റീനിൽ വെച്ചിട്ടാണ് കണ്ടത് കേട്ടോ. ക്യാൻറ്റീന്ന് നമ്മൾ പിന്നീട് പോയത് നുവാറ ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ. അതൊരു ഹില്ലി ഏരിയ ആയിരുന്നു, നമ്മളുടെ മൂന്നാറൊക്കെ പോലെ ഉണ്ടായിരുന്നു. ഫുൾ ടീ എസ്റ്റേറ്റൊക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ 1 ദിവസമാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. തിരിച്ചു പോകുന്ന വഴി നമ്മൾ ഹനുമാൻ ടെമ്പിളും സീതമ്മ കോവിലെല്ലാം കണ്ടായിരുന്നു. ഇത് എല്ലാം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള 9 ആർച്ച് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നുവാറല്ലേന്ന് ഒരു 60 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. മോർണിംഗും ഈവനിങ് ടൈമും ആണ് കേട്ടോ ഇതിലൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നത്. നമ്മളിവിടെ എത്തിയത് മോർണിംഗ് ടൈമിലാണ്. ഓൾമോസ്റ്റ് ഒരു 11:30 ഒക്കെ ആയി ഇവിടെ റീച്ച് ആയിപ്പോൾ. നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണാനായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഇത്. എല്ലാവരും നമ്മൾ നേരെ പോയത് ബെൻടോട്ടയിലോട്ടാണ്. ബെൻടോട്ടയിലേക്ക് ഒരു 3.5 hours ഒരു ലോങ് ജേർണി തന്നെയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരുപാട് വാട്ടർഫോൾസ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ട് ഒരു ഈവനിങ് 5:30 ഒക്കെ ആയി നമ്മൾ ബെൻടോട്ടയിൽ ചെക്ക് ഇൻ ആയിപ്പോൾ ഹോട്ടലിൽ. നെക്സ്റ്റ് ഡേ നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ഒക്കെയാണ് അവിടെ ചെയ്തത്. മെയിനായിട്ട് ഒരു 2 hours ബോട്ടിംഗ് എടുത്തായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ അത്. ഈ ബോട്ടിങ്ങിൽ നമ്മൾ ഒരുപാട് ഐലൻഡ്സ് എല്ലാം കണ്ടിരുന്നു കേട്ടോ. പക്ഷെ എല്ലാ ഐലൻഡിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല. കുറച്ച് ഐലൻഡിലേക്ക് മാത്രമാണ് ആക്സസ് ഉണ്ടായിരുന്നത്. അതേപോലത്തെ ഒരു ഐലൻഡ് ആയിരുന്നു ഇത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധ ടെമ്പിൾ ആണ് കേട്ടോ ഇത്. ഇതേപോലത്തെ 99 ബുദ്ധ സ്റ്റാച്യൂസ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ടെമ്പിൾ വിസിറ്റിനെല്ലാം ശേഷം നമ്മൾ സിനമൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോയി. അവിടെ ചെന്നൊരു സിനമൺ ടീ എല്ലാം നമുക്ക് തന്നായിരുന്നു. പിന്നെ ഒരു ഫിഷ് മസാജും ഇൻക്ലൂഡഡ് ആയിരുന്നു ആ പാക്കേജിനകത്ത്. ടു ഡേയ്സ് ബെൻടോട്ടയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ കൊളംബോയിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിയത്. കൊളംബോന്നായിരുന്നു റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കൊളംബോയിൽ നമ്മളൊരു സിറ്റി ടൂർ എല്ലാം ചെയ്ത് ലോട്ടസ് ടവർ എല്ലാം കാണാൻ പോയിരുന്നു കേട്ടോ. മെയിനായിട്ട് അവിടെ കുറേ ബുദ്ധ ടെമ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാ ടെമ്പിൾസും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ശ്രീലങ്ക ട്രിപ്പ്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഫുഡിലോട്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ശ്രീലങ്ക ട്രിപ്പിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.